നമസ്കാരം. ആലപ്പുഴ കരുവാറ്റയില് 13 വയസ്സുകാരി കാട്ടിക്കൂട്ടിയ പരിപാടി നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. സ്വന്തം മുത്തശ്ശനെ ഞാൻ ആ വാർത്ത കേട്ടപ്പോ സത്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി കാണത്തില്ലേ? കാരണം 13 വയസ്സെന്ന് പറയുമ്പോ ചെറിയ പ്രായമാണ്. എന്നാൽ ഞാൻ 13 വയസ്സുള്ള സമയത്തുള്ള 13 വയസ്സുകാരികളല്ല ഇപ്പോ. ഇതിനൊക്കെ മുമ്പ് 13 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളാരായിരുന്നു. നമുക്കൊന്നും അങ്ങനെ ഇത്തരം തെറ്റുകളൊന്നും ചെയ്യാനുള്ള മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. എന്റെ 13 വയസ്സിലൊക്കെ കുറെ അറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ള 13 വയസ്സുകാരികൾ വളരെയധികം ബ്രൂട്ടലാണ് എന്നുള്ളത് മനസ്സിലായി. അതായത് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും അവർക്കുണ്ട്. എല്ലാ രീതിയിലും അവർ മെച്ചുറാണ്. 10-40 വയസ്സുള്ളപ്പോ കിട്ടുന്ന അറിവും വിവരവും ഒക്കെ ഈ 13ാമത്തെ വയസ്സിലെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഒരു പഴുതുപോലും ഇല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. അതും കുറെ പേര് ന്യായീകരിക്കുന്നത് കണ്ടു. ട്രോമയാണ്, അമ്മയൊക്കെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ്, വളർത്തുദോഷമാണ്, അതിന് വളർന്നു വന്ന സാഹചര്യം കൊണ്ടാകും. എന്ത് സാഹചര്യം? ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് വൃത്തികെട്ട സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സാഹചര്യമല്ല, ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ്. ഒരാൾ തെരഞ്ഞെടുക്കുന്ന വഴിയാണ്. ആ തെരഞ്ഞെടുക്കുന്ന വഴി തെറ്റാണെന്നുണ്ടെങ്കിൽ സാഹചര്യത്തെയോ ട്രോമയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് റിവഞ്ച് ആണെന്ന് പറയുന്നു, ട്രോമയാണെന്ന് പറയുന്നു. റിവഞ്ചും ട്രോമയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊന്നും ആരും ചെയ്യില്ല. ഒരുപാട് ആൺ സുഹൃത്തുക്കളുള്ള ഒരു പെൺകുട്ടി കൃത്യമായിട്ട് ആൺ സുഹൃത്തുക്കളോട് എല്ലാ രീതിയിലും പ്ലാൻ ചെയ്ത് പറയുന്നു. മുത്തശ്ശൻ തന്നെയുള്ള സമയത്ത് അല്ലെങ്കിൽ സമയം നോക്കി അറിയിക്കുന്നു. രാത്രിയിൽ അവർ വരുന്നു, ഓടുപൊളിച്ച് അകത്ത് കടക്കുന്നു, കൈയും കാലും കെട്ടിയിടുന്നു. എന്നിട്ട് അവളെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് പോലീസ് നായ ഒന്നും മണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുറി മുഴുവൻ മുളകുപൊടി വിതറി കഴിയുമ്പോൾ നായ മണം പിടിക്കത്തില്ലല്ലോ. കാരണം അതിന്റെ മൂക്കില് ഈ മുളകുപൊടി ആയിരിക്കും ചെല്ലുന്നത്. അപ്പൊ എനിക്കൊന്ന് കുറെ സിനിമകളൊക്കെ കണ്ട് ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലീസുകാർ ചോദിച്ചപ്പോ പോലീസുകാരുടെ അടുത്ത് ആദ്യം സെന്റിമെന്റ്സ് ഇറക്കുന്നു. മാത്രമല്ല, ഈ പിടിക്കപ്പെട്ടവരെല്ലാം നൽകിയ മൊഴി ഒരേപോലെ കൃത്യമായിട്ടുള്ള മൊഴിയാണ്. ഈ പെൺകുട്ടിക്ക് പൈസ നൽകാൻ വേണ്ടി വന്നതാണെന്നാണ് അവര് പറഞ്ഞത്. എല്ലാവരും ഒരേ മൊഴി തന്നെ പറയുന്നു. അപ്പൊ ആദ്യം സംശയിക്കത്തില്ല. ആദ്യം പോലീസുകാർ ഈ പെൺകുട്ടിയെ സംശയിച്ചിരുന്നു പോലുമില്ല. അപ്പൊ അതുപോലെയാണ് പ്ലാൻ ചെയ്ത് ഈ പെണ്ണിത് ചെയ്തത്. അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആൺ സുഹൃത്തുക്കളുടെ ഒപ്പം നടക്കാമല്ലോ. മാത്രമല്ല, ആദ്യം ആ കുട്ടി കൊടുത്ത മൊഴി എന്ന് പറയുന്നത് മുത്തശ്ശൻ തന്നെ അപമര്യാദയായിട്ട് ടച്ച് ചെയ്തു പോലും. അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടുന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചെടുത്തത്? ഇയാളെ തീർത്തിട്ട് 6-7 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. അതിനുശേഷം പിന്നെ അടുത്ത സെന്റിമെന്റ്സ്, എന്നെ അമ്മ ഇട്ടിട്ട് പോയതാണ്, എനിക്ക് അമ്മയൊന്നും ഇല്ലാത്തതിന്റെ വിഷമം കൊണ്ടാണ് എന്ന്. അമ്മമാരിട്ടിട്ട് പോയ എത്രയോ പിള്ളേർ നല്ല രീതിയിൽ ജീവിക്കുന്നു. മുത്തശ്ശി വീട്ടിലില്ലായിരുന്നു തക്കം നോക്കി കറക്റ്റായിട്ട് മുത്തശ്ശൻ ഒറ്റയ്ക്കുള്ള സമയത്ത് രാത്രിയിൽ ആൺ സുഹൃത്തുക്കളോട് വിവരം അറിയിക്കുന്നു. അവന്മാര് വരുന്നു. അവന്മാർക്കും പ്രായപൂർത്തിയായിട്ടില്ല. അവന്മാർക്കും 16-17 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അവർക്കും കൃത്യമായിട്ട് അവർ വരുന്നു. വന്നതിന് ശേഷം അല്ല, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികളോട് ഇവരെന്തിനാ ഇത്രയും കൂട്ടുകൂടുന്നത്? ഓക്കെ, 13 വയസ്സുകാരാണ് അവളുടെ സുഹൃത്തുക്കൾ എന്നുണ്ടെങ്കിൽ പറയാം അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണെന്നുള്ളത്. ഇത് അങ്ങനെയല്ല. അപ്പൊ അത്രയും വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ മുത്തശ്ശൻ എതിർത്തിട്ടുണ്ടാകും. ഈ ബന്ധങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. എതിർത്ത സമയത്ത് അയാളോട് റിവഞ്ച് തോന്നി. അയാൾ ഇങ്ങനെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്. അല്ലാതെ വേറെ ഒരു ന്യായീകരണവും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇതൊക്കെ നമ്മൾ പേടിക്കേണ്ടതാണ്. വീട്ടിലുള്ള കൊച്ചുകുട്ടികളെ പേടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതാണ് വിഷയം. കഴിഞ്ഞ ദിവസം തന്നെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ കൊടിയും പിടിച്ച് ഞാൻ സഹാവാണ്, എന്റെ മനസ്സിൽ മൊത്തം പാർട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടു. ഇത്തരം കാര്യങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ചെറിയ കുട്ടികൾ അതിൻ്റെതായ രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വഴിതെറ്റിപ്പോവും. ഉറപ്പായിട്ടും ആൾക്കാർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഇനി ഇതിന്റെ പ്രായം കണക്കിലെടുത്ത് ഇതിനെ വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ശിക്ഷ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് 13 വയസ്സുകാരുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് 18 വയസ്സിൽ താഴെയുള്ള ഇതുണ്ട്.
ഇപ്പോഴേ ജനിച്ച് വീണപ്പോ തൊട്ടേ മൈൻഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിടന്ന് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ഒരു കൈൻഡ് ഓഫ് തോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലരും റിസർച്ച് നടത്തിയത് വെച്ചിട്ട് ഈ സീരിയൽ കില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ തന്നെ അവരുടെയൊക്കെ ബ്രെയിനിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നാണ് പലരും റിസർച്ച് നടത്തിയത്. എല്ലാവരും ന്യായീകരിക്കുന്നുണ്ട്. സാഹചര്യമാണ്, ട്രോമയാണ്. ഒരേ സാഹചര്യത്തിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾ രണ്ട് രീതിയിൽ പോകുന്നതിന്റെ കാര്യം എന്തായിരിക്കാം? ഇതേ സാഹചര്യത്തിൽ വളർന്നു വരുന്ന വേറെ എത്രയോ കുട്ടികളുണ്ട് നല്ല രീതിയിൽ വളർന്നു പോകുന്നത്. ഇത്തരം സാഹചര്യത്തിൽ വരുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വഷളായി പോകുന്നത്. അങ്ങനെ വഷളായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ്. ആ ചോയ്സിന് അവർക്ക് ഉറപ്പായിട്ട് ശിക്ഷ കിട്ടണം. അല്ലാതെ സാഹചര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് ഇതിനെയൊന്നും തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെയധികം കരുതലോട് കൂടിയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സീരിയസ് ആയിട്ട് കണ്ടില്ല, സീരിയസ് ആയിട്ടുള്ള ഒരു നടപടി ഇതിനൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വഷളായി പോകും നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ.